അതെ, രോഹിത് മുന്നോട്ട് വെച്ച പിന്നെ അഡ്വക്കേറ്റ് ചെയ്തൊരു ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോൾ പിന്നെ അദ്ദേഹം ആദ്യം എസ് എഫ് ഐയിലത്തെ മെമ്പറായിരുന്നു, എസ് എഫ് ഐക്കാരനായിരുന്നു. പിന്നെ അതിൽ നിന്ന് പിന്നെ എ എസ് ഐയിലേക്ക് വരികയാണ്. അപ്പം എസ് എഫ് ഐ ആയിരിക്കെ അദ്ദേഹം എസ് എഫ് ഐയുടെ ആൻറ്റി മുസ്ലിം ക്വസ്റ്റ്യൻസിനൊക്കെ ഭയങ്കര ഓപ്പൺലി ക്രിട്ടിക്ക് ചെയ്യുന്ന പിന്നെ കുറേ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഒരു ബയോടെക്നോളജി സ്റ്റുഡൻ്റ് ആയിട്ടാണ് രോഹിത് പിന്നെ എച്ച് യുയിലേക്ക് വരുന്നത്. പിന്നീട് സോഷ്യൽ സയൻസിലേക്ക് മാറുകയാണ്. അപ്പം ബയോടെക്നോളജി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന രോഹിത് അവിടെ പിന്നെ നാച്ചുറൽ ലൈഫ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് യുയിൽ വലിയൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അത് ഭയങ്കര ABVP പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. പക്ഷെ അവിടെ രോഹിത് പോയിട്ട് പിന്നെ കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി പറയുകയും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സംസാരിക്കുകയും അവിടെയുള്ള കുട്ടികളെ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിന്. മാത്രമല്ല, രോഹിത്തിൻ്റെ സമയത്താണ് ഈ ASA ലെഡ് അലയൻസ് പിന്നെ ഫസ്റ്റ് യൂണിയനിൽ വരുന്നതും കൂടി. ഈ തരത്തിലുള്ള കുറേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പിന്നെ രോഹിത്തിൻ്റെ ലൈഫിൽ HU കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇൻ്റർസെക്ഷനാലിറ്റി പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പം പിന്നെ SFIയിൽ അത് ഭയങ്കര ലാക്കിംഗ് ആയതുകൊണ്ടും കൂടിയാണ് പിന്നെ രോഹിത് SFIയിൽ നിന്ന് മാറുന്നത്. ഷാൻഖൻ്റെ ക്യാമ്പസ് അലൈവിലുള്ള ആർട്ടിക്കിളിൽ മൂപ്പർ പറയുന്നുണ്ട്, പിന്നെ ഷാൻഖനായിട്ട് എന്താണ് രോഹിത് നിരന്തരം ഈ ഇവിടുത്തെ കേരളത്തിലുള്ള ദളിത് രാഷ്ട്രീയ ബുദ്ധിജീവികളെ പറ്റിയിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പം ബാബുരാജിനെ പോലെയുള്ള ആൾക്കാരെ പറ്റിയിട്ട് നിരന്തരം അന്വേഷിക്കുകയായിരുന്നു. കാരണം ഈ തരത്തിലുള്ള ബ്രാഹ്മണിക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പിന്നെ എൻറ്റിറ്റികളുടെ ക്രിട്ടിക്കുകൾ രോഹിത് വെമുല എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതായിട്ട് കാണാൻ കഴിയും.